അത് അടിച്ചു വെച്ചാൽ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഈ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് ഉപ്പിട്ട് കഴിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. പഞ്ചസാര ചേർത്ത് കഴിക്കാം. ഇതേപോലെ പാലെടുത്ത്. ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നൂൽപുട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. സ്റ്റൗ കത്തിക്കുക. 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ചേർക്കാം. കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർക്കാം. ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിപ്പൊടി ഇടാം. ഈ വെള്ളത്തിന് ആവശ്യമുള്ള പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഓഫ് ചെയ്യാം തീയാൻ. നന്നായി കട്ടയിലാണ്ട് ഉടച്ചെടുക്കണം. ഒരു ഇളം ചൂടിൽ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. ഇതാണ് പാകേണ്ടത്. നന്നായി കുഴച്ചെടുക്കണത്. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. പഴം ചേർത്തിട്ടുള്ളൊരു നൂൽപുട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് നോക്കി കാണാം. അത് വളരെ ടേസ്റ്റാണ്. യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കി കാണാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് തട്ടിടാം. അതിലേക്ക് പൊടി ഇടാം. വളരെ സ്മൂത്തായിട്ട് വീഴുന്നതാക്കാം. ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. കുഴ നന്നായ നല്ല ഇതിൽ സ്മൂത്തായിട്ട് വീഴും. ഇനി ഇതിലേക്ക് പിഴിയാം. രണ്ടാമത്തെ അടുക്കിലേക്ക് പിഴിയാം. വളരെ സ്മൂത്തായിട്ട് അങ്ങനെ പിഴിയാൻ പറ്റും. മൂടി വേവിക്കും. ബാക്കിയുള്ളതൊരു ബോൾ പോലെ നമുക്ക് ഉണ്ടാക്കിയിടാം. മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റോളം ആവി കയറ്റി വേവിക്കാം. ഒരു നാളികേരത്തിൻ്റെ ചിരകിയ നാളികേരം ഇടാം. അതിലേക്ക് 2-3 ചുവന്നുള്ളി ഇടാം. ഒരു 1/2 ടീസ്പൂണോളം ജീരകം. ആവശ്യത്തിന് വെള്ളം. നല്ല തിക്നെസ്സിൽ വേണം ഇത് അടിച്ചെടുക്കാൻ.
മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് തേങ്ങാപ്പാലിലെ പഞ്ചസാര ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കഴിക്കും. ഇതേപോലെ നൂൽപുട്ട് കഴിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.